ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിനിത ട്വിൻ കാർ ബ്ലാസ്റ്റ് റിപ്പോർട്ട് നിയർ ദ റെഡ് ഫോർട്ട് ന്യൂഡൽഹി എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായോ? ഇരട്ട സ്ഫോടനം ഉണ്ടോ? അറിയാൻ കഴിയുന്നുണ്ടോ? ഹഷ്മി, അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിലേക്ക് കൂടി നമുക്ക് എത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ദൃശ്യങ്ങളിൽ ഒരു കാറിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു മെട്രോ സ്റ്റേഷന് സമീപം ആണ് ആ സ്ഫോടനം ഉണ്ടായത്. ഏതാണ്ട് 1.5 കിലോമീറ്ററാണ് മെട്രോ സ്റ്റേഷൻ ഈ സ്ഫോടനം ഉണ്ടായ സ്ഥലത്ത് നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാൻ വലിയ ജനസാന്ദ്രതയുള്ള മേഖലയാണ്. വൈകുന്നേരമാണ്, അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൊക്കെ വിനോദസഞ്ചാരികളടക്കം നിരവധി ആളുകൾ എത്തുന്ന ഒരു മേഖലയാണ്. അവിടെയാണ് ഇത്തരത്തിലേക്കൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഒരു വലിയ സ്ഫോടനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാറിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സ്ഫോടനം സംഭവിച്ചത്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ആരൊക്കെയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഒരു ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഫോടക വസ്തുക്കൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ഫരീദാബാദിൽ നിന്നൊക്കെ ഇന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് ഏതെങ്കിലും ഒരു ലിങ്ക് ഇന്നത്തെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആണോ ഇത് നടന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. ആ വിഷയങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണവും ഉണ്ടാകും. ഇപ്പോൾ ആ സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയിരിക്കുകയാണ്. അവർ സ്ഥിതിഗതികൾ പരിശോധിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഒരു ആ കാറിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. വലിയ ആൾത്തിരക്കുള്ള ഒരു മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. വിനിത, മെട്രോ സ്റ്റേഷൻ അടുത്ത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആളുള്ള സ്ഥലമാണ്. ചെങ്കോട്ടയ്ക്ക് ചുറ്റും പ്രത്യേകിച്ച് ഞായറാഴ്ച വൈകുന്നേരം എന്നൊക്കെ പറയുന്നത് എപ്പോഴും ആളുണ്ടാവുന്ന സ്ഥലമാണ്. അവിടെ വലിയ സ്ഫോടനം എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മൾ ആശങ്കപ്പെടേണ്ട സ്ഫോടനം എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. കാര്യം ഈ ദൃശ്യങ്ങളിൽ വലിയ തീപിടുത്തം കാണുന്നുണ്ട്, ഒരു വലിയ തീ നിന്നെരിയുന്നത് കാണുന്നുണ്ട് വിനീത. തീർച്ചയായും ഹാഷ്മി, മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപമാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒരു കാർ നിന്ന് കത്തുകയാണ്. അതിനുള്ളിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നിരവധി ആളുകൾ ആ മേഖലയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ മേഖലകളിൽ ആളുകളെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ എടുത്തിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ആ കാർ കത്തുകയും മുകളിലേക്ക് തീ ഇങ്ങനെ പുക ഉയർന്ന് വരികയും ചെയ്യുന്നുണ്ട്. അത് ശമിപ്പിക്കുന്നതിന് മറ്റുമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. വലിയ ആൾത്തിരക്കുള്ള മേഖലയാണ്. റെഡ് ഫോർട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടിയുള്ള ഒരു മേഖലയിലാണ് ഇത്തരത്തിലേക്കൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതാണെങ്കിലും പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ച് വരികയാണ്. ഹഷ്മി, ഡൽഹി ഫയർ ഡിപ്പാർട്ട്മെന്റ് 3-4 വാഹനങ്ങൾക്ക് ആ സ്ഫോടനത്തിൽ നിന്ന് തീ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് സ്ഥിരീകരിക്കേണ്ട വിവരങ്ങളാണ്. ആർക്കെങ്കിലും പരിക്കുണ്ടോ, മറ്റ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എപ്പോൾ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയും വിനീത? ഹഷ്മി, ഞങ്ങൾ ആ സ്പോട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയാൽ ഉടൻ തന്നെ നമുക്ക് അത്തരം വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് ഒരു കാറിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഈ പരിക്കുകൾ സംബന്ധിച്ചോ അല്ലെങ്കിൽ സ്ഫോടനത്തിന് പിന്നിൽ ആരാധമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ നമുക്കൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതേസമയം മെട്രോയുടെ 1-ാം നമ്പർ ഗേറ്റിന് സമീപമാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. വൈകിട്ടാണ്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ജോലിയൊക്കെ കഴിഞ്ഞു പോകുന്ന ആളുകൾ, ഒപ്പം നിരവധി വിനോദസഞ്ചാരികളൊക്കെ എത്തുന്ന ഒരു തിരക്ക് പിടിച്ചൊരു മേഖലയാണ്. റെഡ് ഫോർട്ടിന് സമീപം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്, ആ മേഖലയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. അല്പസമയത്തിനകം തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹഷ്മി, എമർജൻസി ടീമുകൾ, പോലീസൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? ഒരു പ്രാഥമിക അന്വേഷണം ഇതിനോടകം തുടങ്ങിയിട്ടുണ്ടോ? വിവിധ കാര്യം, റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് അത്രത്തോളം തന്ത്രപ്രധാനമായ സ്ഥലമാണ്. അവിടെ ഒരു വാഹനത്തിൽ സ്ഫോടനം ഉണ്ടായെന്ന് പറയുന്നത് അങ്ങേയറ്റം ഗൗരവതരമാണ് വിനീത. ഉറപ്പായും ഹഷ്മി, ഇപ്പോൾ പോലീസ് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ തീ ശമിപ്പിക്കുന്നതിനും മറ്റുമായിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഇതിനോടകം സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തിരക്കുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ആളുകൾക്ക് വലിയൊരു പരിഭ്രാന്തിയുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ആ മേഖലയിലുള്ള ആളുകൾക്ക് അവരെ ആ മേഖലകളിൽ നിന്ന്, അപകടമുണ്ടായ മേഖലകളിൽ നിന്നൊക്കെ അവരെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. ഈ കാറിൽ എങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഏതാണെങ്കിലും പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ആ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഡൽഹി റെഡ് ഫോർട്ടിനടുത്തൊരു സ്ഫോടനം ഉണ്ടായത്. ഒരു കാറിൽ സ്ഫോടനം ഉണ്ടായെന്ന് അറിയാൻ കഴിയുന്നത്. ചില ദേശീയ മാധ്യമങ്ങളിൽ 2 കാറിൽ സ്ഫോടനമുണ്ട്. അത് ഒരു കാറിൽ സ്ഫോടനം ഉണ്ടായി എന്ന് ഒരു കാറിലേക്ക് തീ പിടിച്ചാണോ എന്നറിയില്ല. റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് 1-നടുത്താണ് ഈ സ്ഫോടനം എന്നും അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് പോലീസ് എത്തുന്നുണ്ട്. അങ്ങോട്ടേക്ക് എമർജൻസി ടീമുകൾ എത്തുന്നുണ്ട്. പ്രാഥമിക അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ അണ്ടർവേ എന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ ഇനി വരേണ്ടതുണ്ട്. കാര്യം ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പ്രകാരം ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ സ്ഫോടനമാണ്. അത് ഒരു വലിയ കാർ നിന്ന് എരിയുന്നത് നമുക്കിപ്പോഴും
ദൃശ്യങ്ങൾ കാണാം. അല്പസമയം മുൻപ് മാത്രമാണ് ആ സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം ഉണ്ടായത് എങ്ങനെയാണ്, അതിന് പിന്നിൽ ആരാണ്, മറ്റെന്തെങ്കിലും ആസൂത്രണം നീക്കം അതിന് പിന്നിലുണ്ടോ, അതോ ഈ കാറിൽ പറയുന്ന എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം, കാർ ഇപ്പോൾ നിന്ന് കത്തുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ വല്ലതുമാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ വരേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.